നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അരിസ്റ്റോട്ടിൽ പണ്ടുണ്ടാക്കിയ ഒരു പാരഡോക്സിനെ പറ്റിയാണ് കേട്ടോ. ഇന്നേവരെ ആർക്കും തന്നെ ഇതിനുള്ള ഉത്തരം കൃത്യമായി പറയാനായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. സമയത്തെക്കുറിച്ചാണ് സംഗതി. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആശയമാണ്. കിളിപോയി ശീലമില്ലാത്തവർ വിട്ടുകളഞ്ഞേക്കും. സമയം എന്നത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നിവയാണെന്നാണല്ലോ വയ്പ്. എന്നാൽ ഇതിൽ ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ വർത്തമാനകാലം ഇല്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. മനസ്സിലായില്ല അല്ലേ? പറയാം. ഭൂതകാലം എന്നാൽ കഴിഞ്ഞുപോയതും ഭാവി കാലം എന്നാൽ വരാൻ പോകുന്നതുമെന്നാണല്ലോ. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറയുന്ന രണ്ട് കാലങ്ങൾ മാത്രമല്ലേ ശരിക്കുമുള്ളൂ? ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന നടുക്കുള്ള 0 ഡയമെൻഷനുള്ള ഒരു ബിന്ദു മാത്രമാണ് വർത്തമാനകാലം. അതായത് ഉത്തമ, അനന്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബിന്ദു. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് വർത്തമാനകാലത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇവിടുത്തെ വാദം. അപ്പോൾ ചിലർ ചോദിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാകില്ലേ എന്ന്. അല്ല, കാരണം നിങ്ങൾ കഴിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അതിൽ പകുതി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അടുത്ത പകുതി കഴിക്കുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന വാചകമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. ഏത് ബിന്ദുവിൽ നിന്ന് നോക്കിയാലും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് 100% സത്യമായി പറയുവാനുമാകില്ല. ഈ വർത്തമാനകാല ബിന്ദു കൂടുതൽ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഉള്ളിലേക്ക് കൂടുതൽ ചെല്ലുന്തോറും അതിൽ ഭൂതകാലവും ഭാവി കാലവും വീണ്ടും ഇരുവശത്തുമുള്ള സാൻഡ്വിച്ച് പോലെയുള്ള ഒരു ബിന്ദു മാത്രമാണ് അതെന്ന്. വീണ്ടും സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഉള്ളിയുടെ തൊലി പൊളിയും പോലെ പൊളിഞ്ഞു വരികയും അവസാനം വർത്തമാനകാലം ഒന്നുമില്ലായ്മയിൽ എത്തി നിൽക്കുമെന്നതാണ് മൊത്തത്തിലുള്ള വിഷയം. എന്താ കിളിപോയോ? അതോ ലെനെ ഓർമ്മ വന്നോ? എന്തായാലും കേൾക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം കൂടി.